ഏങ്ങുന്നിതാ. സോറി, സുഖമായിട്ട് ഉറങ്ങായിരുന്നു തോന്നുന്നു. ഹേയ്, ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുന്നത് ഇവിടെ നിരോധിച്ചിട്ടുണ്ടെന്നാണോ അറിവ്? അതിന് ആരുറങ്ങി? ഞാൻ ഉറങ്ങിയതല്ല, കുറച്ചു നേരം കണ്ണടച്ചൊന്നിരുന്നു. കാർത്തികയുടെ വക എന്തെങ്കിലും അറിയിപ്പുണ്ടായോ? പിന്നെ ഇല്ല. സ്റ്റെല്ലയോട് വല്ലതും പറഞ്ഞോ? പിന്നെ ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടില്ല. കാർത്തികയുടെ ഭാഗത്തുനിന്ന് എന്ത് നീക്കമുണ്ടായാലും നമ്മൾ പരസ്പരം അറിയിച്ചിരിക്കണം. നമ്മുടെ ഇടയിൽ വിശ്വാസവഞ്ചന പാടില്ല. അത് നമ്മൾ സ്വയം പാര വരുത്തി വെക്കലാവും. അതെ, അതിനാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കൈ കൊടുത്തത്. അതോ ഇയാൾക്ക് എന്നെ വിശ്വാസം ഇല്ലാന്നുണ്ടോ? വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ മറുവശത്ത് സുന്ദരിയായ കാർത്തികയാണേ. സാറിന്റെ മനസ്സ് അങ്ങോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പെണ്ണായി എനിക്കത് മനസ്സിലാവും. ഈ വശത്തും സുന്ദരിയായ സ്റ്റെല്ലയല്ലേ, എന്നിട്ട് ഞാനിങ്ങോട്ട് ചാഞ്ഞോ? അങ്ങനെ തോന്നിയോ എനിക്ക്? ഞാൻ വിചാരിച്ചതിലും ബുദ്ധിശാലിയാണല്ലോ. സ്റ്റെല്ല എത്രമാത്രമാണ് വിചാരിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് അതിന് മറുപടി പറയാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, എനിക്ക് മനീഷിന്റെ സൈൻ വേണം. സൈനോ? ആ, സിഗ്നേച്ചർ. ഓ, ആ. അക്കൗണ്ടന്റ് നോക്കിയ കണക്കുകള് മാനേജറാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഞാനോ? എന്താ, മനീഷ് മാനേജർ അല്ലേ? എന്നാലും ഒരു പദവിയിലിരിക്കുമ്പോ അതിൻ്റെതായ ചടങ്ങുകളുണ്ട്. ദാ, ഈ പേപ്പറുകളിൽ സൈൻ ചെയ്യണം. അല്ലേ ഒപ്പിട്ട് വെച്ചേക്കാം. 2 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഒപ്പിട്ട് തന്നാ ഞാൻ കൊണ്ടുപോയേക്കാം. അതെ, മാനേജർ ആവുമ്പോ അതിൻ്റെതായിട്ടുള്ള അധികാരമൊക്കെ കാണിക്കണ്ടേ? ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഓ, അങ്ങനെ. ശരി, ഞാൻ വിളിക്കാം. മനീഷേ, നേരത്തെ പറയണോന്ന് വിചാരിച്ചതാ. എന്ത്? ഈ ഗെറ്റപ്പ് കൊള്ളാം. കൊള്ളാവോ? കൊള്ളാം, നല്ല സ്മാർട്ട് ലുക്ക് ഉണ്ട്. താങ്ക് യു, താങ്ക് യു. വെൽക്കം. ഓ, ഒന്നിങ്ങി വരൂ. പിടി, ഇതിന്റെ എല്ലാ പേപ്പറിന്റെ ഓരോ കോപ്പി എടുക്കണം. ഉടനെ വേണം. ശരി സർ. ആ, പിന്നെ ഇങ്ങനെ വന്ന് കോപ്പി എടുക്കുന്ന കാര്യം മറ്റാരും അറിയണ്ട. ഫോട്ടോ കോപ്പി അല്ലേ? അതെ ചേച്ചി, ഒറിജിനല് മനീഷേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റെല്ല നേരിട്ടാണോ ഇത് മനീഷിന് കൊടുത്തത്? ആ,
ഫയലുമായി വന്നപ്പോഴേ ഞാൻ സ്റ്റെല്ലയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ കാര്യമായിട്ട് സംസാരിച്ചതിന് ശേഷമാ ആ മുറിന്ന് സ്റ്റെല്ല ഇറങ്ങിപ്പോയത്. ഉടനെ തന്നെ മനുഷ്യൻ എന്നെ വിളിപ്പിച്ചു. മാനേജർ ഒപ്പിടാനായി അക്കൗണ്ടന്റ് ഏൽപ്പിച്ചതാ. മനീഷ് ഇതിന്റെ കോപ്പി എടുക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ എന്തിനായിരിക്കും എടുത്തത്? മറ്റാരും അറിയരുതെന്ന് മനീഷേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാ കോപ്പി എടുത്ത് മാഡത്തിന് തരണമെന്ന് ഞാൻ വിചാരിച്ചത്. അതിനർത്ഥം മനീഷിന് എന്തോ രഹസ്യമായ അജണ്ട ഉണ്ടെന്നാണ്. അത് കണ്ടുപിടിക്കണമല്ലോ. അവൻ നിന്നോടെങ്ങനെയാ? കുഴപ്പമില്ല ചേച്ചി. ആർക്കും കുഴപ്പമില്ലെന്ന് വ്യക്തമായ മറുപടി പറ. മാന്യമായിട്ടാ എന്നോട് ഇടപെടുന്നതൊക്കെ. ആ മാന്യത പുറമേ മാത്രമാ. ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട. നീ അവനുമായി ഫ്രീ ആയിട്ട് ഇടപെടണം. ഒരു പരിധി വിട്ടുള്ള അടുപ്പം വേണ്ടാന്ന് ചേച്ചി തന്നെയല്ലേ പറഞ്ഞത്? അതിപ്പോഴും പറയുന്നു. പക്ഷേ അടുപ്പം ഉണ്ടെന്ന് മനീഷിന് തോന്നണം. അതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരണോ? കോളേജിലൊക്കെ പഠിച്ചതല്ലേ, ലക്ഷ്മിക്കറിയില്ലേ? മനീഷും സ്റ്റെല്ലയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുന്നത് അപകടമാണ്. രണ്ടും ഓവർ സ്മാർട്ടാ. എന്ത് പ്ലേയും നടത്താൻ മടിക്കാത്ത പാർട്ടികളാ. അവർക്കിടയിൽ ഒരു ഐക്യമുണ്ടായാൽ അതിന്റെ ദോഷം എനിക്കാ. മാനേജറും അക്കൗണ്ടന്റും ആവുമ്പോ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പറ്റില്ലല്ലോ. ഉദയേട്ടനും നന്ദനും ചേർന്ന് ഒപ്പിച്ചു വെച്ച പണിയാ. ഒരാള് മനീഷിനെ പ്രതിഷ്ഠിക്കുന്നു, മറ്റേയാള് സ്റ്റെല്ലയെ പ്രതിഷ്ഠിക്കുന്നു. തലവേദന എനിക്കും. കാർത്തികേച്ചി ഇത്രയും ടെൻഷൻ അടിക്കുന്നതിന്റെ കാരണം എന്താ? ആഹാ, അതറിഞ്ഞിട്ട് വേണം നീ എനിക്ക് അടുത്ത തലവേദനയാവാൻ. ചേച്ചി, അസിസ്റ്റന്റ് മാനേജരായിട്ട് ലക്ഷ്മിയെ നിയമിച്ചതാരാ? കാർത്തികേച്ചി, ഞാനത് ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ടായില്ല. പ്രവൃത്തിയിലൂടെയാ ലക്ഷ്മിപ്രിയ എന്നോടുള്ള നന്ദി കാണിക്കേണ്ടത്. ചേച്ചി പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്യാം. ഓഫീസിൽ ഒരു ഇല അനങ്ങിയാൽ ഞാൻ അറിയണം. മനീഷിന്റെ സ്റ്റെല്ലയുടെയും ഓരോ ചലനവും ഒപ്പിയെടുക്കണം. നിന്റെ ജോലി ഉഴപ്പിയാലും സാരമില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം. എന്തെങ്കിലും ഒരു ആരോപണം കണ്ടുപിടിച്ച് സ്റ്റെല്ലെ അതിൽ കൊടുക്കണം. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ശ്രമിക്കാം ചേച്ചി. ശ്രമിച്ചാ പോരാ, ചെയ്യണം. നിനക്കതിന്റെ ഗുണമുണ്ടാവും. ലക്ഷ്മിപ്രിയയ്ക്ക് മാനേജരായിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്ന കാലം അകലെയല്ലെന്ന് ഓർത്തോ. എല്ലാം നിന്റെ വർക്ക് പോലിരിക്കും. ഓഫീസിലെ ജോലിയുടെ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് വേണ്ടിയുള്ള ലക്ഷ്മിപ്രിയയുടെ വർക്ക്. മനീഷിനെ സ്റ്റെല്ലയും അധികം വാഴിക്കരുത്. മനസ്സിലായോ? മനസ്സിലായി ചേച്ചി. എന്ന ലക്ഷ്മി ചെല്ല്. കഴിഞ്ഞവണ കണ്ടപ്പോ നന്ദന എനിക്ക് ചില ചുമതലകൾ കൽപ്പിച്ചു തന്നിരുന്നു. പറഞ്ഞോ? കൽപ്പിച്ചു തന്നില്ല, എന്റെ അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് അതിനെപ്പറ്റി തുടരന്വേഷണം ഉണ്ടായില്ല. എന്തുപറ്റി? എപ്പോഴെപ്പോഴും ചോദിക്കണം തോന്നിയില്ല. മറുപടി ആയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയൂന്ന് വിചാരിച്ചു. പതിവില്ലാത്തൊരു അകലെ വിട്ടാണ് താനെന്ന് സംസാരിക്കുന്നത്. അത് ഹരിയേട്ടന് തോന്നുന്നതാ. മുമ്പിങ്ങനെ തോന്നിയിട്ടില്ല. എന്തൊക്കെ വഴിത്തിരിവുകളിലൂടെയാണ് ഒരാളുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഓർക്കാപ്പുറത്താണ് ദിശ മാറി സഞ്ചരിക്കേണ്ടി വരുന്നത്. ആ വഴിയിൽ കാത്തിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും, ചെന്നെത്തുന്നതോ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിലും. ആ അനിശ്ചിതത്വമാണ് ജീവിതത്തെ വിലയുള്ളതാക്കി തീർക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്നേ അറിയാൻ കഴിഞ്ഞാ കുറെ കഴിയുമ്പോ ജീവിതം വിരസമാവും. എങ്കിലും നമുക്ക് ചിലത് പ്ലാൻ ചെയ്യാൻ പറ്റും. ചില മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാനെങ്കിലും പറ്റും. അങ്ങനെ ആഗ്രഹിക്കുക പോലും ചെയ്യാത്തവരുണ്ട്. പിന്നെയല്ലേ പ്ലാനിങ്. എന്നെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ആ പ്രസ്താവന എനിക്ക് തിരുത്തേണ്ടി വരും.
ചില ചേഞ്ചസ് ഞാൻ ആലോചിക്കുകയാണ്. ആരൊക്കെയോ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിച്ചു, ഭാര്യയുണ്ട്. പക്ഷെ ജീവിതത്തിൽ പുതുതായൊന്നും സംഭവിക്കുന്നില്ല. മാരീഡ് വിത്ത് അൺമാരീഡ് എഫക്റ്റ് എന്ന് ആരോ തമാശ പറഞ്ഞതേ ഞാൻ ഓർക്കുന്നു. ഒരു മാറ്റം അത്യാവശ്യമാണ്. ആ ബോധം സ്വയം ഉണ്ടായെങ്കിൽ അതൊരു നല്ല ലക്ഷണം. ഉപദേശം തന്ന ആള് തന്നെ പറ. പ്രാക്ടിക്കലായിട്ട് ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? എന്താണോ മനസ്സിൽ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യണം. എങ്കിലും പറയാം, എപ്പോഴും ഇങ്ങനെ റിസർവ്ഡ് ആവാതെ സുപ്രിയോട് പെരുമാറണം. അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഭാര്യയുടെ മുമ്പിൽ മനസ്സ് തുറന്ന് ചിരിച്ചു എന്ന് വെച്ച് ഒരു കുറവും സംഭവിക്കില്ല. കുറഞ്ഞ പക്ഷം വീട്ടുകാര്യങ്ങളെങ്കിലും സുപ്രിയോട് പങ്കുവെക്കാമല്ലോ. കേൾക്കുന്നില്ലേ പറയുന്നൊന്നും? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും. ഫ്രീ ആവാൻ തുടങ്ങിയാ പിന്നെ ഇത് ശീലായിക്കോളും. ഇപ്പോഴല്ലേ മടുപ്പ് മാറും. വീടിനെ സ്നേഹിക്കാൻ പറ്റും, വീട്ടിലുള്ളവരെയും സ്നേഹിക്കാൻ കഴിയും. എല്ലാം ശരിയാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. താനിവിടെ എന്തെടുക്കുക? പുറത്തുനിന്ന് ഫുഡ് വാങ്ങി. മിക്സ്ഡ് ഫ്രൈഡ് റൈസും പിന്നെ തന്നെ ഫേവറേറ്റ് ഞണ്ട് റോസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതാണോ ഹരി വന്നിട്ട് ആഹാരം എടുത്താൽ മതി എന്ന് പറഞ്ഞത്? ഞാൻ ചപ്പാത്തിക്കുള്ള ആട്ട കുഴച്ചു വെച്ചു. അത് ഫ്രിഡ്ജിൽ വെക്ക്, നാളെ എടുക്കാം. അല്ല, സതിയാൻ്റെ എവിടെ? നേരത്തെ കിടന്നു. ആന്റിക്ക് ഞാൻ വെജിറ്റബിളിന്റെ സ്പെഷ്യൽ ഡിഷ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് വിളിക്ക്. പുള്ളിക്കാരിക്ക് ഇന്ന് രാത്രിയിൽ ഉപവാസമാണത്രേ, ഒന്നും കഴിക്കില്ല. സാരമില്ല, നാളെ കൊടുക്കാം. ആ, ഹരി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാനെടുക്കാം. നിക്ക്, ഇപ്പൊ വേണ്ട. അതെന്താ ഇപ്പൊ വേണ്ടാത്ത? വിശപ്പില്ലേ? കഴിക്കാം, ശകലം കഴിയട്ടെ. ഞാൻ ആലോചിക്കായിരുന്നു, അടുത്ത ആഴ്ച 2 ദിവസം അടുപ്പിച്ച് അവധിയുണ്ട്. നമുക്കൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്താലോ? എന്താ നോക്കുന്നേ? അല്ല, പതിവില്ലാത്ത ഒരു ആലോചനയാണല്ലോ എന്ന് ഓർത്തതാണ്. എന്നും ഒരേ പതിവായാലോ? ഒരു മാറ്റം വേണ്ടേ? എവിടെ പോവാനാ ഉദ്ദേശിക്കുന്നത്? അത് തന്റെ ഇഷ്ടം. സുപ്രിയ തീരുമാനിക്കുന്നു, ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. എന്നാ പിന്നെ നമുക്ക് ഏതെങ്കിലും അമ്പലങ്ങളിൽ പോവാം. സതിയാന്റിയും കൂട്ടാം. അത് വേണ്ട, ആന്റിയെ പിന്നീടൊരവസരത്തിൽ കൊണ്ടുപോവാം. ഈ ട്രിപ്പിന് നമ്മൾ മാത്രം മതി. അമ്പലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭക്തിമാർഗം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞാനില്ലാത്ത അവസരങ്ങളിൽ, ഒരുപക്ഷെ ഞാൻ ഉള്ളപ്പോഴും സുപ്രിയയ്ക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഉള്ളിൽ അമർത്തി വെക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ടാ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ദേഷ്യപ്പെടൽ. മനഃപൂർവ്വം അല്ല ഹരി, സംസാരിച്ചു വരുമ്പോ. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു ഒറ്റപ്പെടൽ. പരിഹാരമുണ്ട്. അതായത് നമുക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വരണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞിന്റെ കാര്യമാണ്. അതൊരു ആവശ്യമാണ്, അല്ല അനിവാര്യതയാണ്. എന്നായാലും വേണം. എങ്കിൽ പിന്നെ വൈകിക്കുന്ന എന്തിനാ, അല്ലേ?
എന്താന്നറിയില്ല, പെട്ടെന്നൊരു തലവേദന. ഓ, ഞാൻ ബാമെടുത്ത് പുരട്ടിയിട്ട് വരാം. രവി 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 ഫോൺ രവി. രവി, ഫോൺ അടിക്കുന്നു. രവി എഴുന്നേക്ക്, ഫോൺ. സുപ്രിയ. ഹലോ. എന്തൊരു ഉറക്കം അമ്മ ഇത്? രാത്രി പിന്നെ ഉറങ്ങാതെ എന്ത് ചെയ്യാനാ? സമയം എത്രയായി? ഞാൻ കുറെ നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് ഉറക്കമില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതാ അമ്മയെ വിളിച്ചത്. എന്താ കാര്യം? അച്ഛനെവിടെ? രവി നല്ല ഉറക്ക. ആ, എങ്കിൽ പിന്നെ അച്ഛനോട് അമ്മ വിവരം പറഞ്ഞാ മതി. എന്താ പ്രിയേ? ഇനി പിടിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. എല്ലാ കാര്യങ്ങളും ഹരിയോട് തുറന്നു പറയാൻ പോവാ. പ്രിയേ, അല്ലെങ്കിൽ ശരിയാവില്ല അമ്മേ. എനിക്കിങ്ങനെ എന്നെ തന്നെ വഞ്ചിക്കാൻ വയ്യ. എത്ര നാളെന്ന് വെച്ചാ? ഉറക്കപ്പിച്ച് പറയാണോ നീ? നല്ല സ്വഭാവത്തോടുകൂടി തന്നെയാ പറയുന്നത്. ഹരിയെ എന്തിനാ അമ്മ ഇങ്ങനെ പറ്റിക്കുന്നത്? പുള്ളി എന്ത് തെറ്റ് ചെയ്തു? ആ മുഖത്ത് നോക്കുമ്പോ കുറ്റബോധം കൊണ്ട് എന്റെ തല താഴ്ന്നു പോവാ. അല്ലെങ്കിലും എത്ര നാളിങ്ങനെ ഹരിയെ പറ്റിക്കാൻ പറ്റും? ഇത്ര നാൾ എങ്ങനെയായിരുന്നു അതുപോലെ ഇനിയും തുടർന്നാ മതി. അതെനിക്ക് പറ്റില്ല. ഡീറ്റെയിൽസ് അറിയിച്ചില്ലെങ്കിലും എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നുള്ള സത്യം ഞാൻ ഹരിയോട് പറയും. പ്രിയേ, ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ആ രഹസ്യം പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ഹരിപ്രസാദ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നീ ആലോചിച്ചോ? എങ്ങനെയും റിയാക്ട് ചെയ്യട്ടെ. ചിലപ്പോ തല്ലുമായിരിക്കും, ചിലപ്പോ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമായിരിക്കും, അല്ലെങ്കിൽ ഹരി ഇവിടുന്ന് ഇറക്കിപ്പോവും, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്താനും മതി. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയുന്നതിലും ഭേദം ഒറ്റയടിക്കൊരു തീരുമാനം ഉണ്ടാവുന്നതാ. നീ പറയുന്നതൊന്ന് കേൾക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. സാവകാശത്തിൽ ആലോചിച്ചിട്ടായാലും റിസൾട്ട് ഇത് തന്നെ ആയിരിക്കില്ലേ? ഞാൻ തീരുമാനിച്ചമ്മേ. പ്രിയ, പ്ലീസ് പറയരുത്. എങ്കിൽ പറയുന്നില്ല. പകരം ആ മെഡിക്കൽ റിപ്പോർട്ട് ഹരിയെ കാണിക്കാം. അത് മതി. അതാവുമ്പോ സംസാരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാലോ. അപ്പൊ അങ്ങനെ ഡിസൈഡ് ചെയ്തു. നേരം വിളിക്കട്ടെ. ആ, ഓക്കെ അമ്മേ, ഞാൻ നാളെ വിളിക്കാം. ഫോൺ വെക്കരുത് പ്രിയേ. ഞാൻ പറയുന്നത് കേൾക്ക് പ്രിയേ. പ്രിയേ, ഹലോ ഹലോ. രവി, എഴുന്നേക്ക് രവി. രവി.